വാർത്താ ദാരിദ്ര്യം കൊണ്ടാണോ അതോ സെൻസേഷണൽ ഒപ്പിക്കാൻ പുതിയ പുതിയ സംഭവങ്ങൾ കിട്ടാത്തത് കൊണ്ടാണോ, എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ വ്യൂവർഷിപ്പ്, പ്രേക്ഷക സമൂഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലുകളുടെയും പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ സംഭവങ്ങളില്ലായ്മയാണോ അതോ വാർത്തയോടുള്ള മടുപ്പ് കൊണ്ടാണോ? പല കാരണങ്ങളുണ്ടാവാം. ഇതിനെപ്പറ്റി പഠനം നടത്തുന്നത്, ഓരോ ആഴ്ചയിലും പഠനം നടത്തുന്നത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലാണ്. ബാർക്ക് എന്ന ചുരുക്കപ്പേരിൽ BARC. അപ്പൊ ബാർക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ 52-ാം ആഴ്ചയിലെ സർവേ അനുസരിച്ച് 51-ാം ആഴ്ചയും 52-ാം ആഴ്ചയും തമ്മിലുള്ള സർവേ താരതമ്യം ചെയ്യുമ്പോൾ 51-ാം ആഴ്ചയിൽ, അതായത് മുൻ ആഴ്ചയേക്കാൾ എല്ലാ ന്യൂസ് ചാനലുകൾക്കും വ്യൂവർഷിപ്പ്, പ്രേക്ഷക സമൂഹം കുറഞ്ഞിരിക്കുന്നു. 1-ാം സ്ഥാനം ഏഷ്യാനെറ്റ് നിലനിർത്തുന്നെങ്കിലും പോയിന്റ് നിലയിൽ അവരും പിന്നിലോട്ട് പോയി. 2, 3, 4 സ്ഥാനങ്ങളൊക്കെ നിലനിർത്തുന്ന ചാനലുകളെല്ലാം പോയിന്റ് നിലയിൽ മുൻ ആഴ്ചത്തേക്കാൾ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിൽ പിന്നോക്കം പോയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് പോയിന്റ് നില നോക്കിയാൽ ഏഷ്യാനെറ്റ് 1-ാം സ്ഥാനത്ത് തുടരുന്നു, 85.9 പോയിന്റ്. പക്ഷെ അവർക്ക് മുൻ ആഴ്ചയേക്കാൾ 7.9% പോയിന്റ് കുറഞ്ഞു മുൻ ആഴ്ചയെ അപേക്ഷിച്ച്. റിപ്പോർട്ടർ TV 2-ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ TVക്ക് 62.8 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് വന്നപ്പോൾ അവർക്ക് 8 പോയിന്റ് നഷ്ടം മുൻ ആഴ്ചയേക്കാൾ സംഭവിച്ചു. അപ്പൊ 2 ആഴ്ച കൊണ്ട് റിപ്പോർട്ടർ TV 2-ാം സ്ഥാനം നിലനിർത്തുന്ന റിപ്പോർട്ടർ TVക്ക് 16 പോയിന്റ് നഷ്ടമാണ് പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 3-ാം സ്ഥാനത്തുള്ള 24 59.3 പോയിന്റുമായി റിപ്പോർട്ടർ TVയുടെ തൊട്ട് പിന്നിലുണ്ട്. ഇനി 4-ാമത് 5-ാമതും ചില കസേരകളി നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് കുറെ കാലമായിട്ട് 5-ാം സ്ഥാനത്ത് തുടരുന്ന മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 4-ാം സ്ഥാനത്തേക്ക് കയറി മനോരമ ന്യൂസിനേക്കാൾ ഒരു പോയിന്റ് മുന്നിലെത്തി. അത് ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിലും അത് ആവർത്തിച്ചു. മാതൃഭൂമി 5-ാം സ്ഥാനത്ത്, മാതൃഭൂമി 4-ാം സ്ഥാനത്ത്, മനോരമ ന്യൂസ് 5-ാം സ്ഥാനത്ത്, 1 പോയിന്റ് വ്യത്യാസം. അത് എപ്പോൾ വേണേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മറികടക്കാവുന്ന അവസ്ഥയാണ്. 6-ാം സ്ഥാനത്തുള്ള ജനം TVക്ക് 19.40 പോയിന്റ്, 7-ാം സ്ഥാനത്ത് കൈരളി TVക്ക് 15.11 പോയിന്റ്, 8-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളത്തിന് 12.40 പോയിന്റ്, 9-ാം സ്ഥാനത്തുള്ള മീഡിയ വൺ, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ന്യൂസ് ചാനൽ മീഡിയ വൺ ആണ്. അവർക്ക് 7.15 പോയിന്റ് വ്യൂവർഷിപ്പ്, പ്രേക്ഷക റേറ്റിംഗ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഏഷ്യാനെറ്റ് 1-ാം സ്ഥാനം നിലനിർത്തുന്നെങ്കിലും മുൻ ആഴ്ചകളേക്കാൾ അവരുടെ വ്യൂവർഷിപ്പ് ഗണ്യമായി താഴേക്ക് പോയിരിക്കുന്നു. 100 പോയിന്റിനൊക്കെ മുകളിൽ ഒരു സമയത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റാണ് ഇപ്പോൾ 85-ലേക്കൊക്കെ കൂപ്പുകുത്തി വീണിരിക്കുന്നത്. 1-ാം സ്ഥാനം എന്ന് പറയുമ്പോഴും പ്രേക്ഷക സമൂഹം ഏഷ്യാനെറ്റിനെ എത്രയോ കൈവിട്ടിരിക്കുന്നു എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. അതേപോലെ റിപ്പോർട്ടർ TVക്കോ 24-നോ ഇത്രയും വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല ഏഷ്യാനെറ്റിനെ പോലെ. അപ്പൊ ഏഷ്യാനെറ്റിന്റെ വിശ്വാസ്യത 1-ാം സ്ഥാനത്ത് തുടരുന്നുവെങ്കിലും വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നു, ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇത് ഇന്ന് വ്യക്തമാക്കുന്നത്. അത് ഏഷ്യാനെറ്റിന്റെ നിലപാട് മാറ്റവും അവരുടെ പുതിയ രാഷ്ട്രീയ സമീപനങ്ങളും ഒക്കെ അതിൽ കാരണങ്ങളാണ്. അത് അവരുടെ വിലയിരുത്തലിന് വിടുന്നു. എങ്കിലും പൊതുസമൂഹം ഏഷ്യാനെറ്റിനെ കുറെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. റിപ്പോർട്ടർ TV വലിയൊരു സംഭവമായിട്ട് മുന്നിലോട്ട് വന്നെങ്കിലും പിന്നീട് അടുത്ത കാലത്ത് അവർക്കൊരു വലിയ കുതിപ്പ് നടത്താൻ പറ്റുന്നില്ല. ഈ ട്രീ കട്ടർ ചാനൽ, മരമുറി ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ, പിന്നെ അവരുടെ ചില നിലപാടുകൾ, അടുത്ത കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ, ഇതൊക്കെ അവരുടെ റേറ്റിംഗിലും 2-ാം സ്ഥാനത്ത് നിൽക്കുന്നെങ്കിലും ഇടിവുണ്ടാക്കാൻ കാരണമായി എന്ന് വിലയിരുത്താം. 24 സ്ഥിരമായിട്ട് 2-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ് ഏഷ്യാനെറ്റിന് പിന്നിൽ. റിപ്പോർട്ടർ TV വന്നപ്പോഴാണ് 24 3-ാം സ്ഥാനത്തേക്ക് പോയത്. പക്ഷേ ഇപ്പോഴും റിപ്പോർട്ടർ TVയും 2-ാം സ്ഥാനം, 24 3-ാം സ്ഥാനം തമ്മിൽ 3.5 പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളത് ഏത് സമയവും 24 വിചാരിച്ചാൽ റിപ്പോർട്ടർ TVയെ മറികടന്ന് 2-ാം സ്ഥാനത്ത് പിടിക്കാൻ പറ്റും. പക്ഷേ ഏഷ്യാനെറ്റുമായിട്ട് പിന്നെയും ഒരന്തരമുണ്ട്, ഒരു 20ഓളം പോയിന്റിന്റെ അന്തരം പിന്നെയും കിടക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടത് കാര്യം മനോരമ ന്യൂസിന്റെ തിരിച്ചടിയാണ്. തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ടും
ഒരു മനോരമ ന്യൂസിന് ഒരിക്കലും ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ വരാൻ കഴിയാത്തൊരു ചാനലായിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു മന്ദഗതിയിൽ കിടക്കുന്ന ഒരു ഊർജ്ജസ്വലമല്ലാത്ത ഒരു ചാനലായിട്ട് നമ്മൾ വിലയിരുത്തുന്നു. മാതൃഭൂമിയും തുടങ്ങി എന്നും മനോരമയുടെ തൊട്ട് പിന്നിൽ നിന്ന് ഇപ്പം അവരൊന്നും മുന്നിലെത്തി ഒരു പോയിന്റ്. അപ്പം മനോരമയും മാതൃഭൂമിയും മലയാളത്തിലെ ന്യൂസ് ചാനൽ ലോകത്ത് ഒരു പ്രധാന ശക്തികളല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ഇവിടെ നമ്മൾ കാണണം. അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് പത്രങ്ങളുടെ, മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ആ മാനേജ്മെന്റ് തുടങ്ങിയ ന്യൂസ് ചാനലുകൾക്ക് ഒരു വലിയ ബ്രേക്ക് ഉണ്ടാക്കാനോ ഇടിച്ചു കയറി പത്രത്തിൻ്റെ സ്വാധീനം പോലെ പ്രേക്ഷക സമൂഹത്തിലെ വിഷ്വൽ മീഡിയയിലെ ദൃശ്യമാധ്യമ രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി ചാനൽ തുടങ്ങിയിട്ട് ഇനിയൊട്ടും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം ഏഷ്യാനെറ്റിനെയോ റിപ്പോർട്ടറിനെയോ 24നെയോ മറികടന്നൊരു കുതിച്ചുചാട്ടം, ഒരു കുതിര ഓട്ടം നടത്താനൊന്നും മനോരമയ്ക്കോ മാതൃഭൂമിക്കോ ചാനൽ വഴി ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ജനൻ TV ഒരു RSS സംഘപരിവാർ അജണ്ടയുമായിട്ട് സ്ഥിരമായിട്ട് അവർ 6ാം സ്ഥാനത്തും ചിലപ്പോൾ 7ാം സ്ഥാനത്തും ഒക്കെ ഇങ്ങനെ തുടരുന്നുണ്ട്. പിന്നെ ജനൻ TV, പിന്നെ കൈരളി TV സ്ഥിരമായിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു പൊസിഷനിൽ പോകുന്നു. ന്യൂസ് 18 ഇന്ന് വരെയും ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മുകേഷ് അംബാനിയുടെ ചാനലാണ് ന്യൂസ് 18 കേരളം. മീഡിയ വണ്ണിനും പ്രസക്തമായ ഒരു ന്യൂസ് ചാനൽ എന്ന ഒരു നിലയിലേക്ക് ഇതുവരെയും വരാൻ കഴിയാതെ ഒരു 9ാം സ്ഥാനത്ത് ഏറ്റവും പിന്നിൽ തുടരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ന്യൂസിനോടുള്ള മലയാളി പ്രേക്ഷകരുടെ താല്പര്യങ്ങളിൽ മാറ്റം വരുന്നു, ന്യൂസ് കാണുന്നതിൽ കുറവ് വരുന്നു. ഇനി വലിയൊരു ഇഷ്യൂസ് വാർത്തകൾ ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ, വലിയ സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ വ്യൂവർഷിപ്പ് അതനുസരിച്ച് കൂടുമായിരിക്കാം. എന്തായാലും ഇപ്പോൾ ന്യൂ ഇയറും ഒക്കെയായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും കാര്യങ്ങളും, ശിവഗിരി പ്രശ്നവും പെരുന്നയിലെ പ്രശ്നങ്ങളും പല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, വിഴിഞ്ഞം പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു കുതിച്ച് ഓട്ടം അല്ലെങ്കിൽ ഒരു പുരോഗതി ന്യൂസ് ചാനലുകൾക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്ത് തിരിച്ചടി തന്നെയാണ് സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.